ആകാശത്തിന്നാരോ വർണ്ണങ്ങൾ തൂവി ആശപ്പൊൻ താരങ്ങളങ്ങിങ്ങാൻ നീലക്കൺ ചിമ്മി മണ്ണിൽ മാമ്പൂവിൽ തെന്നൽ മീട്ടുന്ന വാഴ്വിൻ സംഗീതം വെയിൽ തൂമഞ്ഞിൻ മെല്ലെ പോകുമ്പോൾ മാറിപ്പോവില്ല എങ്ങും ഉല്ലാസം എങ്ങും ആനന്ദം കാലം നീട്ടുന്നേ കിനാത്തിനാളം കുഞ്ഞിപ്പൂമ്പാറ്റേ വരുന്നേ ആത്മാവിനാകാശത്തിന്നാരോ വർണ്ണങ്ങൾ തൂവി ആശപ്പൊൻ താരങ്ങളങ്ങാൻ നീലക്കൺ ചിമ്മി ജീവിതം മഴകല്ലയോ ഈ ജീവിതം പ്രിയമല്ലയോ അടിപൊളി അടിപൊളി മുറിവൊന്നീനാ നാളെ വരും മധുരങ്ങളാ പുലർവേളയിൽ
ഗംഭീര പെർഫോമൻസ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഉയ്യോ എൻ്റെ ദൈവം. ഒന്നാമത് ആ പാട്ട് ഭയങ്കര എൻ്റെ ഫേവറേറ്റ് സോങ്ങാണ്. അതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര സ്മൈൽ ചെയ്ത് റിങ്ങിൻ്റെ മേളിലും ഇവിടെ റിങ്സും ഫുള്ളും ഗംഭീരമായിരുന്നു. ഇടയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ മേളിൽ നിന്ന് റിങ്സിൽ ഓരോ പെർഫോമൻസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ ടെൻഷൻ ആയിരിക്കും. അതൊക്കെ മിക്കവാറും ആദ്യം പറയാൻ പോകുന്നത് ഇനിയെങ്കിലും ചെയ്യുമ്പോൾ ഇവിടെ ഒരു ബെഡ് ഇടണേ എന്നായിരിക്കും അല്ലേ? ഞാനത് പറയുന്നതിന് മുമ്പ് അവിടെ ആ റിങ് കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു അതിൻ്റെ അടിയിൽ ഒരു ബെഡ് ഇടണം. കാരണം എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഈ മക്കള് ഇതിൻ്റെ മേളിൽ കിടന്ന് അഭ്യാസം കാണിക്കുമ്പോഴേ. കാരണം അത് ഭയങ്കര എന്താണെങ്കിലും ഞാനത് എൻജോയ് ചെയ്യാൻ എനിക്ക് വലിയ പ്രശ്നമാണ്. പിന്നെ കംപ്ലീറ്റ് നമ്മളിങ്ങനെ ഒരു പ്രയറിലായിരിക്കുള്ളൂ. അതുകൊണ്ടാണ് മോളെ ഉഗ്രനായിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. മോൻ്റെ സ്ഥലം എവിടെയാണ്? കായംകുളമാണ് എൻ്റെ ശരിക്കും സ്ഥലം. ഇപ്പം ഊന്നമൂട് തിരുവനന്തപുരത്ത് താമസിക്കുന്നു. അമ്മ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താണ് എന്നെ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടിട്ട്. ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് അതിന് വേണ്ടിയാണെന്ന്. പാരന്റ്സ് അമ്മ എന്ത് ചെയ്യുന്നു, അച്ഛൻ എന്ത് ചെയ്യുന്നു? അമ്മ ഇപ്പം ഇവിടെ തിരുവനന്തപുരം ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. അച്ഛൻ മധ്യപ്രദേശില് പ്രിൻസിപ്പാളാണ്. ഓ ഓക്കെ. മോന് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 8th. വീട്ടിൽ വേറെ ആരെങ്കിലും ഇങ്ങനെ അഭ്യാസങ്ങൾ കാണിക്കാറുണ്ടോ? എന്റെ അനിയൻ ചെയ്യാറുണ്ട് കുറച്ചൊക്കെ. ആണോ? അനിയൻ തുടങ്ങി ഇങ്ങനെയുള്ള പരിപാടികള്? ഓക്കെ. ഇത് ആരെ പഠിപ്പിക്കുന്ന മോള്? എന്നെ രാജേഷ് സാറും പിന്നെ ഗോപിയ ചേച്ചി താണ്ഡവ് ഡാൻസ് അക്കാഡമിയിലെ 2 പേരാണ് പഠിപ്പിച്ചത്. ഓക്കെ. ഇന്ന് മാസ്റ്റേഴ്സ് വന്നിട്ടില്ലെന്ന് തോന്നുന്നു ഇവിടെ അല്ലേ? മാസ്റ്റർ വന്നിട്ട്. പക്ഷെ പകരം ഇവിടെ ഫുള്ള് ഹെൽപ്പ് ചെയ്തെന്ന അമ്മയാണോ? അതെ, അമ്മയും പിന്നെ അമൃതയുടെ ടീം മെമ്പേഴ്സും ആണ്. ഓക്കെ ശരി. അപ്പൊ നമുക്ക് അമൃതയിലെ ടീം മെമ്പേഴ്സിനെ നമുക്കറിയാം. അമ്മനെ നമുക്കൊന്ന് വേദിയിലേക്ക് വിളിക്കാം. അമ്മയുടെ പേരെന്നാ? ഷിൽജ. ഷിൽജ. യെസ്, ഷിൽജ മാം ഒന്ന് നമ്മളോടൊപ്പം സ്റ്റേജിൽ ജോയിൻ ചെയ്യാവോ? ഞാൻ ഇവിടെ ഇരുന്നിട്ട് എൻ്റെ ലുക്ക് മൊത്തം അങ്ങോട്ടേക്കായിരുന്നു. അതായത് ഓരോ പെർഫോമൻസ് ഇവിടെ നടക്കുമ്പോൾ ഇങ്ങനെ പോവും, പിന്നെ ഇങ്ങനെ വരും. കോൺഫിഡൻസ്. പക്ഷെ മോള് ചെയ്യുന്ന കാണുമ്പം അതിനനുസരിച്ചുള്ള എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നായിരുന്നു. ഇത് എങ്ങനെയാണ് മനസ്സിലാക്കിയത് മോൾക്ക് ഇതുപോലെയൊക്കെ ഫ്ലെക്സിബിലിറ്റി ഉണ്ടെന്നുള്ളതൊക്കെ? അത് അവൾ ഹൂല ഹൂപ്പ് 4ാമത്തെ വയസ്സിൽ കണ്ടപ്പോൾ അവൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി. അപ്പോൾ നമ്മുടെ ഒരു സാറ് ഗിഫ്റ്റ് കൊടുത്തു. പിന്നെ അവൾ ചെയ്തു. പിന്നീട് ഇത് ആവശ്യമില്ല എന്നുള്ളൊരു സമയം അവൾക്ക് തന്നെ തോന്നി. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു, കൊറോണ വന്നപ്പോൾ പിന്നെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് ഇങ്ങനെ വൈറലൊക്കെ ആയി. അപ്പോൾ എന്നാൽ ചെയ്യ്. അങ്ങനെ പിന്നെ കുറച്ച് പ്രോഗ്രാംസൊക്കെ ചെയ്തപ്പോൾ എന്നാൽ വിചാരിച്ചു ചെയ്യാം, മുന്നോട്ട് പോകാം, നല്ല കാര്യമല്ലേ. ഫ്ലെക്സിബിലിറ്റി ഒക്കെ വരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മധ്യപ്രദേശിൽ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയതാണ്. ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം. നല്ല കാര്യം, നല്ല കാര്യം. ശരിക്കും പറഞ്ഞാൽ പാരൻസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യേണ്ടത്. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പറയും അതൊന്നും പറ്റില്ല, നിന്റെ ദേഹത്തിന് പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ എല്ലൊടിയും എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഇതുപോലൊരു കലാകാരി ഇവിടെ കിട്ടത്തില്ലായിരുന്നു അല്ലേ പക്ര ചേട്ടാ? വെടിക്കെട്ട് പെർഫോമൻസ്. താങ്ക് യു ചേട്ടാ. താങ്ക് യു സോ മച്ച്. ഭയങ്കര കളർഫുൾ ആയിട്ടാണ് ആ റിങ് വെച്ചിട്ട് ചെയ്ത കാര്യങ്ങൾ. അത് ഇപ്പോൾ ഈ ഒരു പ്രായത്തിൽ ഇത്രയും റിങ് വെച്ചിട്ട് ഇതുപോലെ ബാലൻസ് ചെയ്ത് മോള് ചെയ്യാന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു മേഖലയിൽ തന്നെ, ഈ ഒരു ഐറ്റത്തിൽ തന്നെ നമ്പർ 1 ആകാം. അത്ര റെക്കോർഡുകളും കാര്യങ്ങളൊക്കെ മേടിക്കാൻ പറ്റുന്ന, അത്തരത്തിലുള്ള മികവ് തെളിയിക്കാൻ പറ്റുന്ന കഴിവുള്ള മോളാണ്. എനിക്ക് 2 റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. കണ്ടോ? അടിപൊളി. എന്തിനൊക്കെയാ റെക്കോർഡ് കിട്ടിയിരിക്കുന്നത്? ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും പിന്നെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡാണ് എനിക്ക് കിട്ടിയത്. ബാക്കിയുള്ള റെക്കോർഡുകളും കൂടെ നമുക്ക് ഈ വളയത്തെ പിടിക്കാൻ. ഇത് എന്തിനാ കിട്ടിയിരിക്കുന്നത്? ഇങ്ങനെ ഒരുമിച്ച് 2 ചെയ്തേനാണോ? അല്ല, വേസ്റ്റ് ഹൂപ്പ് ചെയ്തതിന് ആയിരുന്നു കിട്ടിയത്. 1 മിനിറ്റിൽ 198 ടൈംസ് ആയിരുന്നു ചെയ്തത്. അതിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും കിട്ടി. എൽബോ ഹൂപ്പിങ്ങിൽ 204 ടൈംസ് 1 മിനിറ്റിൽ ചെയ്ത്. ഒരു മിനിറ്റിലെ കാര്യം ഒരു തവണ പോലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. എത്ര വയസ്സായി? എനിക്ക് 13 വയസ്സ്. 13 വയസ്സായിട്ടുള്ള ഇനി കിടക്കുകയാണ്. അപ്പോൾ ഈ പ്രാക്ടീസിങ്ങിനെ തുടരുകയും ഇതുപോലെ വേദികളും ഇതുപോലെ ഷോയും ഒക്കെ ചെയ്ത് മോളെ വേറെ ലെവലിലേക്ക് വരും. എന്തായാലും മധ്യപ്രദേശിൽ നിന്ന് മോൾക്ക് വേണ്ടിയിട്ട് ഇവിടം വരെ വന്ന് അവളെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്ന മാതാപിതാക്കൾക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. മോളെ നല്ല ഹൈറ്റ്സിലെത്തട്ടെ, എല്ലാ ഭാവുകങ്ങളും കേട്ടോ മോളെ. താങ്ക് യു സോ മച്ച്. യെസ്. അപ്പോൾ വിഷ്ണുചേട്ടാ ഗംഭീരമായിരുന്നു. ഈ ഹൂപ്പിംഗ് ചെയ്യുമ്പോൾ ഏറ്റവും ബോട്ടമിൽ ഉണ്ടായിരുന്ന ഒരു സാധനം ബാക്കിയൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് ഒരു കാലം വെച്ച് ഒറ്റ തട്ടിൽ നിങ്ങൾ തട്ടി മുകളിലേക്ക് വരാൻ അടിപൊളിയായിരുന്നു. താങ്ക് യു സോ മച്ച്. പിന്നെ ഈ റിങ്ങിൽ കയറിയപ്പോൾ നമുക്ക് ടെൻഷനാണ്. ഞാൻ ഇവിടെ നോക്കും, അപ്പൊ ഈ റോപ്പ് വലിക്കണവരെ നോക്കും. റോപ്പ് വലിക്കണ ചേട്ടന്മാർക്ക് ഒരു സ്പെഷ്യൽ ഗൈഡ് കൊടുക്കണം. അവരും പ്രോപ്പറായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തതാണ്. ഇങ്ങനെ ഒരു ടാലന്റ് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്ന പാരന്റ്സ്, അവരോടുള്ള അഭിനന്ദനവും പറയാതെ വയ്യ. താങ്ക് യു. എനിവേ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം.
ഈ ഒരു കിട്ടിക്കാച്ചി പെർഫോമൻസിന് എത്രയാണ് നമ്മൾ സ്റ്റാർ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്? യെസ്, ടോപ്പ് റേറ്റിംഗ് ആണ് ലഭിച്ചിരിക്കുന്നത് കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ വേദിയിൽ 5 സ്റ്റാർ ആർട്ടിസ്റ്റ് ഉള്ള ലേബൽ. സൂപ്പർ, ഗോഡ് ബ്ലെസ് യു, കീപ് റോക്കിംഗ്. താങ്ക് യു സോ മച്ച്. അപ്പൊ നാദിക, നമുക്ക് ആ 5 സ്റ്റാർ നൽകിയാലോ? യാ പ്ലീസ്. അഹാനിക്ക് ലഭിക്കുന്നു കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ നിന്നും 5 സ്റ്റാർ ആർട്ടിസ്റ്റ് ഉള്ള ലേബൽ. അത് ഞങ്ങളുടെ വക ഒരു സർപ്രൈസ്. അതോടൊപ്പം തന്നെ ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു അടിപൊളി ഷർട്ടും ഉണ്ട്. ഇത് മധ്യപ്രദേശ് കൊണ്ടുപോയി ഫാദറിന് കൊടുക്കട്ടാ. ഓക്കെ.